ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കിവിടെ ലക്ഷദ്വീപിൽ 26th നോമ്പ് വൈകുന്നേരമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 27th നോമ്പിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് പള്ളിയിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കണം. നിങ്ങളിതിന് എന്ത് പറയുന്നു എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇവിടെ പള്ളിക്ക് കൊടുക്കണ്ടേ അങ്ങനെയാണ് പറയുന്നത്, പള്ളിയിൽ കൊടുക്കുന്നു എന്ന് പറയും. നമ്മൾ നേർച്ചയ്ക്ക് വേണ്ടിയുള്ള ഇതിനുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം സ്വീറ്റ്സും സേവറി ഐറ്റംസും ഒക്കെ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഞങ്ങളിന്ന് ചെയ്യുന്നത് ഹൽവയിലാണ് കേട്ടു. അപ്പം നമുക്ക് ഇവിടെ സാധാരണ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പൂർവികരാരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ മരിച്ച് പോയവരുടെ ഖബറടക്കിയ പള്ളികളുണ്ടാവില്ല, അവിടെയായിരിക്കും നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതായത് എനിക്കിന്നൊരു 12 പള്ളിയിൽ കൊടുക്കാനുണ്ട്. അതായത് ഞങ്ങൾ ആദ്യം വടക്ക് സൈഡിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ തെക്ക് സൈഡിലോട്ട് വന്നപ്പോൾ നമ്മുടെ പരിസരത്തുള്ള പള്ളിയിലും കൊടുക്കണം. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കണം, കാരണം ഉമ്മയുടെ സൈഡിൽ ബിസിയാണ്. അപ്പോൾ ഞാനിന്ന് ഉമ്മേനെ ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതി. ഞാൻ എങ്ങനെ വീട്ടിൽ പണിയെടുക്കാനായിട്ടൊന്നും ഇല്ല. വീട്ടിൽ ഞങ്ങൾ 3 പേർക്ക് ഒരു ഗ്ലാസ് അരി ഉണ്ടാക്കുന്നു, പിന്നെ അത്ര സഹായിക്കാനായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉമ്മ എന്നെ അധികം വിളിക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാനിതൊക്കെ ചെയ്ത് കൊടുത്ത് ഒരു നന്മമരങ്ങ് ആയേക്കാമെന്നൊക്കെ കരുതി. നന്മമരമാവാൻ പിന്നെ എന്നെ കഴിഞ്ഞിട്ടുള്ളൂ ആര്യം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ പാത്രത്തിലാക്കി കൊടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ അവിടെ നിന്ന് എല്ലാം കൂടെ പാത്രത്തിലിടുമ്പോൾ ഒരു ഭയങ്കര ഇതായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഞാൻ എന്നെ പത്തിരി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കിടല് കഴിച്ചായിരുന്നു കേട്ടു. പത്തിരി ഉണ്ടാക്കണം, നല്ലപോലെ പൊള്ളി വരുന്നില്ലായിരുന്നു. ഞാൻ കുറേ ശ്രമിച്ചു. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മളിങ്ങനെ പാത്രങ്ങളിൽ പള്ളിയുടെ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ പിന്നെ അതെന്താക്കി പാക്കറ്റിലോട്ടും കണ്ടെയ്നേഴ്സിലോട്ടൊക്കെ മാറി. അപ്പോൾ ഞങ്ങളിപ്പോൾ പാക്കറ്റിലാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ പള്ളിയിലോട്ടും ഓരോ പാക്കറ്റായിട്ട് കൊടുക്കും. ഇപ്പോൾ പാത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അവരെന്തെങ്കിലും തിരിച്ചു തരും. പിന്നെ നമുക്കത് വേറെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത പള്ളിയിലോട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ദ്വീപിൻ്റെ തെക്കേ അറ്റത്തുള്ളത് കൊണ്ട് പള്ളികൾ ഓൾമോസ്റ്റ് എല്ലാം വടക്ക് സൈഡിലോട്ടാണ് ഉള്ളത്. അപ്പോൾ ഒരുപാട് നടന്ന് പോകേണ്ടി വരും എനിക്ക് പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ. പിന്നെ ഇപ്പോൾ വണ്ടിയൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഞാനും ഉപ്പയും പോകുന്നു. പിന്നെ മിറു വന്നതിൽ പിന്നെ ഉപ്പയും ഞാൻ സ്ഥിരമാക്കി ആ പോക്ക്. ഇപ്പോഴും നമ്മുടെ കൂടെ മിറു ഉണ്ട്. അപ്പോൾ മിറു ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ പള്ളികളിലോട്ട് വേണ്ടി ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. ഓരോ ഐറ്റത്തിൽ നിന്നും നമ്മളിങ്ങനെ ഇത്രയെന്ന് വെച്ച് മാറ്റി ഓരോ കവർ കെട്ടിയിട്ട് നമ്മളെല്ലാം ഒന്നിച്ചാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ പരിപാടി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്താ നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് പറയണേ. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഈ റംസാനിൽ നേർച്ചയുടെ ക്ഷീരണി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്ഷീരണി ഉണ്ടാവാറുണ്ട്. അതായത് പള്ളികളിൽ രാത്രികളിൽ ക്ഷീരണി ഉണ്ടാവാറുണ്ട്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ റംസാൻ തുടങ്ങിയിട്ട് എനിക്ക് ഒറിജിനൽ ക്ഷീരണി ഇതുവരെ കഴിക്കാൻ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തോന്നുന്നു. മറ്റേ ഇട്ട് വെന്തത് കിട്ടിയിട്ടുണ്ട്, ഞങ്ങളുടെ തൊട്ടടുത്ത പള്ളിയിലുണ്ടായിരുന്നു കേട്ടോ, അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കി വന്നത് വീട്ടിലോട്ടും ദുആ ചെയ്യാനായിട്ട് വെക്കും. വീട്ടിലും നമ്മൾ ദുആ ചെയ്യാറുണ്ട്. പിന്നെ അന്നത്തെ ദിവസം ഭയങ്കര പ്രാർത്ഥനയും ഓത്തും ഇതൊക്കെ ആയിരിക്കും. പിന്നെ ഈ ഒരു ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അസർ ബാങ്കിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ കടകളും അടച്ചിരിക്കും. പിറ്റന്നാൾ രാവിലെ വരെ അടവായിരിക്കും. കടയൊന്നും ഇതാക്കാറില്ല. ഞാൻ അതിനിടയ്ക്ക് ഈന്തപ്പഴം ഇടാൻ വിട്ടുപോയി. അപ്പോൾ നമ്മളൊരു 5-6 വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴമാണോ ഈന്തപ്പഴമാണോ? ഞങ്ങൾ എന്തായാലും ഈത്തപ്പഴം എന്നാണ് പറയുന്നത്. നിങ്ങളെന്താ പറയുന്നത് അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തു. എന്തായാലും ഇത്ര കണ്ട സ്ഥിതിക്ക് അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. അപ്പോൾ ഈന്തപ്പഴം ഇപ്പം എന്താ ഞാൻ പറയണ്ടത്, എന്നാൽ ഈത്തപ്പഴം എന്ന് പറയാമല്ലേ. ഈത്തപ്പഴം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാത്തിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി പോയി റെഡി ആയിട്ട് പോകാനായിട്ട്. ഇതൊക്കെ നമുക്ക് നല്ലപോലെ കെട്ടി വെക്കണം. കെട്ടാണ്ട് കൊടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ ഗൈസ്. സോ ലെറ്റ്സ് കെട്ടി വെക്കാം. ഞാൻ ഇത്രയും വാതുവരാണ്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് ചുമ്മാ ഇതൊക്കെ കണ്ട് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എൻ്റെ സംസാരം കേട്ട് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ ഗൈസ്. എന്താ പറയണമെന്ന് ഇപ്പോൾ പെട്ടെന്ന് പോയി ഇനി നമുക്കെല്ലാം കെട്ടി വെച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് 12 പള്ളികളിൽ കൊടുക്കാനുണ്ട്. അത് റെഡിയായി. ഇവിടെ ഈ പത്തിരി റെഡിയാവുന്നു. അപ്പം നമുക്കിതെല്ലാം കൊണ്ട് കൊടുക്കണം. ഇവിടെ ഇത് എല്ലാം കൊണ്ട് കൊടുക്കണം. കുറച്ച് ഇങ്ങോട്ട് നിൽക്കുക, ലൈറ്റ് ഇട്ടിട്ട്. ഈ പത്തിരിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ ഗൈസ്. നമുക്ക് പോയി റെഡി ആയിട്ട് വരാം. ഇത് കൊടുക്കാൻ പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ റെഡിയായി. നമ്മൾ പോകുന്നു, പള്ളിയിൽ കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ പള്ളിയിൽ നിന്നുള്ള വീഡിയോസ് എടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. ഇപ്പം അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നു. അപ്പം ഞാൻ പൊട്ടി ഗൈസ്. പോകുന്ന വഴിക്കുള്ള കാര്യം വിശേഷം കാണിച്ചിട്ട് ബൈ. സോ
ഇതിപ്പോൾ പിറ്റേ ദിവസമായി. ഇന്നലെ എനിക്ക് പള്ളിയിൽ വന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, സാധനം കൊടുക്കാൻ എൻ്റെ കയ്യിൽ മിറർ ഉള്ളതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഇന്നലെ രാത്രി, അതായത് 26th നോമ്പിൻ്റെ ഈവനിങ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് 27th നോമ്പാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് രാത്രി എൻ്റെ 2 വർഷം മുന്നേ എൻ്റെ ഉമ്മയുടെ ഉപ്പ മരിച്ച ദിവസമാണ്. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ആണ്ട് നേർച്ച എന്നൊക്കെ പറയില്ല, അത് നടത്താൻ പറ്റില്ല. കാരണം എല്ലാ പള്ളികളിലും നേർച്ച ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ ഇവിടെയൊക്കെ ബിസി ആയിരിക്കും. സോ ഇന്നിപ്പോൾ 27th നോമ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പള്ളിയിലോട്ടൊരു നോമ്പ് തുറ സംഘടിപ്പിക്കുക. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് പാരൻസിന് 3 പെൺകുട്ടികളും 1 ആൺകുട്ടി. അപ്പോൾ മാമന് ഭയങ്കര നിർബന്ധമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാവരും തറവാട്ടിൽ ഒത്തുകൂടണം. കാരണം ആ ഒരു ഒക്കേഷനിൽ മാത്രമേ ഞങ്ങളിങ്ങനെ ഒത്തുകൂടാറുള്ളൂ. ഓക്കെ ഗൈസ്, ഉമ്മ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നു, നമുക്ക് പോകാം. കറണ്ട് ഇല്ലാത്തല്ലോ കേട്ടോ, ലൈറ്റ് ഇടാത്തത്, നല്ല കാറ്റ് വരുന്നുണ്ട് നാച്ചുറലായിട്ട്. അവിടെ നിന്ന് നമുക്ക് പോയിട്ട് വരാം. നമ്മൾ നോമ്പ് തുറക്കുള്ള സാധനം എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു സാധനം, മുത്തുമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം, മാമൻ്റെ വീട്ടിൽ നിന്ന് ഒരു സാധനം, അങ്ങനെയൊക്കെ പോയിട്ട് വരാം ഗൈസ്. നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് വിശേഷം കാണിച്ചു തരാം. കുറേ നാളുകൂടി ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു, എനിക്ക് ഭയങ്കര നാളും പറയാനായിട്ട്. ഹലോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഇടിഞ്ഞ് പൊളിഞ്ഞ് തറവാട്. ഇതായിരുന്നു ഞാൻ കളിച്ചു വളർന്ന ആ മുറ്റം. ഈ മുറ്റത്ത് നിറച്ച് ഇപ്പം എന്തുണ്ടല്ലോ നോക്കിയിട്ട് പറയാം. ഇതായിരുന്നു കേട്ടോ ഞാൻ കളിച്ചു വളർന്ന മുറ്റം ഗൈസ്. ഇതിനകത്തത് കാണാൻ പറ്റാത്ത നിലയിലുള്ളത്. നൊസ്റ്റാൾജിയ. ഇവിടെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് മാഗി ഉണ്ടാക്കി കഴിച്ചത്. ഞാനല്ല, ഉമ്മ ഉണ്ടാക്കി തന്നു. ഞാനും എൻ്റെ ഗ്രാൻഡ് ഫാദറും മാമനും കൂടി ഇരുന്ന് കഴിച്ചു. ഇവിടെ കിടന്ന് ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട് ഗൈസ്, ഉപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടി. ഇതായിരുന്നു ഞങ്ങളുടെ ബെഡ്റൂം. ഇവിടെയായിരുന്നു ബെഡ്, അവിടെയായിരുന്നു ബുക്ക് ഷെൽഫ്, അത് മേലെ ഉമ്മയുടെ മേലെ വീണു ഗായ്സ്. ഇവിടെയായിരുന്നു എൻ്റെ സ്റ്റഡി ടേബിൾ. പിന്നെ എൻ്റെ പഴയ കരവിരുതൊക്കെ കാണിച്ചു തരാം. ഇതാ ഇവിടെ സൂം ചെയ്താൽ കാണാൻ പറ്റുമല്ലോ, എൻ്റെ ക്രഷിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ലവ് ഒക്കെ വരച്ച് ഇപ്പോൾ ഒന്നും കാണുന്നില്ല. അയ്യോ, ഇതൊക്കെ കുറച്ച് ഡേറ്റ്സ്. ഉപ്പയ്ക്ക് ഇങ്ങനെ ഡേറ്റ് കുറിച്ച് വെക്കുന്ന സ്വഭാവമുണ്ട്. അതാ, ഐ ഫീൽ സോ നൊസ്റ്റാൾജിക് ഗൈസ്. കണ്ണിന്ന് വെള്ളം വരുന്നു. ഇവിടെ എനിക്കൊരു റാക്ക് ഉണ്ടായിരുന്നു എൻ്റെ ഷൂസൊക്കെ വെക്കാനായിട്ട്. അവിടെ ആ ഇതിൽ മൊത്തം എനിക്ക് കുറേ ടൈപ്പ് കൊടകളായിരുന്നു, ഇങ്ങനെ ചെറിയ ആൽബംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കാണുവാനില്ല ഗൈസ്. ഇത് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആയപ്പോൾ മാമൻ ഇവിടെ പെട്രോള് ഇങ്ങനെ, മാമൻ ഓട്ടോ ഓട്ടിക്കുന്നതുകൊണ്ട് പെട്രോളൊക്കെ ഇതാക്കുന്ന സ്ഥലമായിരുന്നു. ഐ ഫീൽ വെരി ഓൾഡ് നൗ. ഭയങ്കര സങ്കടം തോന്നുന്നു ഗൈസ്. ഇതിൻ്റെ അകത്ത് ഫ്രിഡ്ജ്, ഫോൺ, അങ്ങനത്തെ ഒക്കെ ഉള്ള സ്പേസ് ആയിരുന്നു. പിന്നെ മൂത്തമ്മമാരുടെ റൂംസൊക്കെ കണക്റ്റഡ് ആണ് കേട്ടോ ഈ മെയിൻ ഹാളിൽ. ഇവിടെ ഉപ്പ പയർ ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കുമായിരുന്നു. അവിടെ ചീര അതൊക്കെ ഉണ്ടായിരുന്നു. ഐ ഫീൽ വെരി സാഡ് ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് വീട് മാറിയതിൽ പിന്നെ വെള്ളിയാഴ്ചകളിൽ ലക്ഷദ്വീപിൽ സ്കൂളൊന്നുമില്ല. അപ്പോൾ വെള്ളിയാഴ്ചകളിൽ മാത്രം ഞങ്ങളിവിടെ വരും, ഞാനും ഉമ്മയും. അപ്പോഴൊക്കെ ഗ്രാൻഡ് പാരൻസ് ഇവിടെ ഉണ്ടാവും, ഒറ്റയ്ക്കാണ് വരും. കാരണം ഞങ്ങളെല്ലാവരും വീടെടുത്ത് അങ്ങോട്ട് പോയി. മാമൻ കല്യാണം കഴിച്ച് വേറെ വീട്ടിൽ പോയി. ഭയങ്കര സങ്കടമാവുന്നു. എനിക്ക് എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ ഓർക്കാനുള്ള ഒരു സ്പേസ് ആയിരുന്നു. സോ നമുക്ക് അപ്പുറത്തോട്ട് പോകാം, ഇവിടെ ഒന്നും ശരിയാവില്ല. മാമനെ ഇവിടെ എല്ലാവരും തച്ച് കൊല്ലുന്നു. മാമൻ എന്തോ മണ്ടത്തരം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാട്ടി പള്ളിയിൽ പറയാൻ മാമൻ അറിഞ്ഞില്ല. ഇവരിപ്പോ ഇത് പാക്ക് ചെയ്യും. ഒരു മുത്തമ്മ ഇല്ല കേട്ടോ, അവര് സെപ്പറേറ്റ് കൊടുക്കുന്നത്. ഇതാണ് പൂക്കുത്ത്. കവറുകൾ റെഡിയാകുന്നു. പൂക്കുത്ത് കവറ്. മാമൻ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം, കറിവേപ്പില കച്ചവടം അമ്മ. ഇത് നമ്മുടെ അസ്ലം ഭായിയുടെ കടയാണ്. ഇവിടെ നിന്ന് നമ്മൾ പിന്നെ കുറച്ച് ലിച്ചി വാങ്ങിച്ചു നോമ്പ് തുറക്കുള്ള. ശരിപ്പൂരം നമ്മൾ പള്ളിയിൽ കൊടുക്കാൻ പോകുന്നു ഗായ്സ്. എൻ്റെ കയ്യിലുണ്ട്. ഇല്ല, സാരമില്ല, നട നന്നെ കിട്ടുകൊണ്ടാ. നമ്മൾ വഴിയരിയിൽ നിന്ന് ലിച്ചി വാങ്ങിച്ചു, കുടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇത് പുറത്താക്കുണ്ടായില്ല, പുറത്താക്കുള്ള
ഇതാണ് നമ്മുടെ മൊഹീദ്ദീൻ പള്ളി. ഉജറായ കഴിഞ്ഞ അടുത്ത പ്രധാനപ്പെട്ട പള്ളികളിലൊന്നാണ് കേട്ടോ മൊഹീദ്ദീൻ പള്ളി എന്ന് പറയും. ഇവിടെ ഒരുപാട് ആണ്ട് നേർച്ചകളൊക്കെ നടക്കാറുണ്ട്. ഇവിടെയുള്ള ആണ്ട് കഴിഞ്ഞോ ഇല്ല, അതേ സമൂസ സാധനം. ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ, പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഉണ്ടാവും ഇവിടെ. രാവിലെ യെസ്, ശവ്വാൽ. മാമിനെല്ലാം റെഡിയാക്കുന്നു ഗായ്സ്. അയ്യത്തപ്പണം പുറത്താക്കിയിട്ട് വരാ. ഇതൊക്കെ കൊള്ളുകയില്ല ഗ്ലോസ് എല്ലാം. അമ്മ തൂക്കെടുപ്പാൻ എപ്പോൾ വരണ്ടേ? അപ്പം നല്ല കിടിലം വ്യൂ മൊഹീദ്ദീൻ പള്ളിയുടെ. നമ്മൾ തിരിച്ച് നമ്മുടെ ഗൂഢാരത്തിൽ വന്നെത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ ഗൂഢാരം. നല്ല കാറ്റിന്ന് കുറച്ച് ഊഞ്ഞാലാടിയിട്ട് അകത്തോട്ട് പോവാം. ഞാൻ പറയുന്നതെല്ലാം കേൾക്കണുണ്ടോ എന്തോ. കുറച്ച് ഊഞ്ഞാലാടിയിട്ട് അകത്തോട്ട് പോവാം ഗൈസ്. ഇന്നെനിക്ക് ഭയങ്കര വിഷമമായി. എന്ന് വെച്ചാൽ നെഞ്ചിൽ ഭയങ്കര ഒരു വിഷമം. അവിടെയൊക്കെ പോയി കണ്ടപ്പോൾ വീടൊക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എൻ്റെ തറവാട്. എന്നുവെച്ചാൽ എൻ്റെ ഉമ്മയുടെ ആ ഒരു ഇത് തറവാട്. കാരണം ഞാൻ കൂടുതൽ ടൈം ഉപ്പയുടെ വീട്ടിലായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഉമ്മയുടെ വീട്ടിൻ്റെ അവിടെ അങ്ങോട്ട് ഭയങ്കര സ്നേഹം. പിന്നെ അവിടുത്തെ ആൾക്കാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പോകുമ്പോൾ തന്നെ ഇങ്ങനെ എൻ്റെ പേര് ശരിക്കും ബഹിജ എന്നാണ്. പക്ഷേ എൻ്റെ ആദ്യത്തെ പേര് മഹിജബീൽ എന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവരെന്നെ മഹി 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 എന്നിങ്ങനെ വിളിക്കും പോകുമ്പോൾ ഒക്കെ. അത് കേൾക്കുമ്പോൾ ഭയങ്കര എന്തോ ഒരു ഭയങ്കര ഒരു ഇത് വരും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തോ. എനിവേസ്, ഇതൊരു സങ്കടം പിടിച്ച വ്ലോഗ് പോലെ ആയിപ്പോയി. സന്തോഷിക്കുവിൻ, ആഹ്ലാദിപ്പിൻ, അർമാദിപ്പിൻ. ഈദ് മുബാറക്ക് എല്ലാവർക്കും. 2 days കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈദായിരിക്കും. ഇന്ന് ഞങ്ങൾക്ക് 27th നോമ്പാണ് ഗൈസ്. മോസ്റ്റ് പ്രോബബ്ലി ഇത് ഇന്ന് രാത്രി തന്നെ വരികയായിരിക്കും. ഗൈസ് ബൈ.